ഞാൻ അഗ്നോസ്റ്റിക്കാണ്. അഗ്നോസ്റ്റിക്കായ ഒരാൾക്ക് പിന്നെ ഇതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. അതിപ്പോൾ അയാൾ അങ്ങനെ ചെന്നെ വിടാനേ ഉള്ളൂ. ഇതിപ്പോൾ ആളുകൾ ബഹളം ഉണ്ടാക്കുന്നത് എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല. അതിനെതിരായിട്ടൊക്കെ എത്രയോ വീഡിയോ ഉണ്ട്, ഞാൻ മിക്കതും കണ്ടിട്ടില്ല. കാരണം ഈ ഇപ്പോൾ പരലോകം ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, ഉണ്ടെങ്കിൽ എനിക്കൊരു തിരക്കടില്ല. അപ്പം നിങ്ങൾ കള്ളനാണല്ലോ പോലീസുകാരനെ പേടിക്കണ്ടേ, അല്ലേ? ഞാനിപ്പോൾ അറിഞ്ഞുകൊണ്ട് ഒരാൾ തെറ്റുപറ്റിയിട്ടുണ്ടാവും, അറിഞ്ഞുകൊണ്ട് ഒരാൾ ഞാൻ വഞ്ചിക്കുകയെ പണത്തിന് വേണ്ടി ഒരാളെ ചതിക്കുകയെ അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിന് വേണ്ടി വേറൊരാളിന് പാര വയ്ക്കുകയെ എന്നൊന്നും ഞാൻ എൻ്റെ ഓർമ്മയിൽ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ വല്ല വാക്കോ പ്രവൃത്തിയോ വേറെ ആൾക്ക് ദ്രോഹമായിട്ട് വന്നിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇഹലോകത്തിലെ മറ്റ് മനുഷ്യരുടെ ദുഃഖങ്ങളെപ്പറ്റി അല്ലാതെ പരലോകത്ത് എന്താണ്, നരകത്തിൽ എത്ര 70,000 ഇരട്ടി ശക്തിയിൽ ആളുന്ന തീ, മറ്റ് എന്ത് ചെയ്യാനാ, അങ്ങനെ ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ അപ്പോൾ ഈ ദൈവത്തിന് എന്നെക്കൊണ്ടൊരു ആവശ്യമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അദ്ദേഹം ദൈവമാണ്. ദൈവത്തെ കൊണ്ട് എനിക്കൊരാവശ്യമില്ല. അപ്പം ഞാൻ എന്തിനാ ബേജാറാകുന്നത്? അപ്പം ഞാൻ ഈ മനുഷ്യരെ പറ്റിയാണ് ആലോചിക്കുന്നത്. ഇവിടുത്തെ അസമത്വം, ഇവിടുത്തെ അനീതി. അപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞത്. 5 നേരം നിസ്കരിക്കാവുന്ന വലിയ ഭാരമാണ്. എനിക്ക് വലിയ ഭാരമായിട്ട് തോന്നുന്നത് 5 നേരം നിസ്കരിക്കാന്ന് പറഞ്ഞത്. പിന്നെ ഈ ആചാരങ്ങളൊന്നും, ആചാരങ്ങളെ പറ്റിയുള്ള ഒരു ഉദാഹരണമായിട്ട് നിസ്കാരം എന്ന് പറഞ്ഞത്, പിന്നെ ഈ നോമ്പ് വെൽക്കുക, പിന്നെ ഈ സുന്നത്തെടുക്കുക, അതൊക്കെ വലിയ ഭാരമാണ്. എൻ്റെ സ്വാതന്ത്ര്യം കളയുന്നൊരു സംഗതിയാണ്.